ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. നമുക്ക് ഇതിൻ്റെ പേരാണ് ചിക്കൻ മുഗളായി. ചിക്കൻ മുളകായി അല്ല, ചിക്കൻ മുഗളായി. ഇതൊരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ 500 ഗ്രാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് 2 കപ്പ്, പാല് 1/2 കപ്പ്, ഗ്രാമ്പു 2 എണ്ണം, നല്ല ജീരകം 1 ടീസ്പൂൺ, ബദാം ഒരു 15-20 എണ്ണം, മല്ലി 2 ടീസ്പൂൺ, ഉണക്കമുളക് 4 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, സവാള 3 എണ്ണം അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് അല്ലാത്തതും ചിക്കനും ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ഗ്രാമ്പു, ബദാം, നല്ല ജീരകം, കുരുമുളക്, മല്ലി, ഉണക്കമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഈ സവാള മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇത് ബോൺലെസ് അല്ലാത്ത ചിക്കൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മളെ ചിക്കനും ഈ മസാലയും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പാലും തൈരും ഒക്കെ നന്നായിട്ട് മിക്സായി ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേവി അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ചപ്പാത്തിയിലോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ആക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതിന് വെള്ളം ഇപ്പോൾ കുറവാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.